മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് നഗരത്തിന് സമീപം കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് നീണ്ടുകിടക്കുന്ന ഒരു കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന 12 പാറയിൽ കൊത്തിയ ബുദ്ധക്ഷേത്രങ്ങളാണ് ഔറംഗാബാദ് ഗുഹകൾ. ഔറംഗാബാദ് ഗുഹകളെക്കുറിച്ചുള്ള ആദ്യ പരാമർശം കാനേരി ഗുഹകളിലെ മഹത്തായ ചൈത്യത്തിലാണ്. 6-ാം നൂറ്റാണ്ടിലും 7-ാം നൂറ്റാണ്ടിലും താരതമ്യേന മൃദുവായ ബസാൾട്ട് പാറയിൽ നിന്നാണ് ഔറംഗാബാദ് ഗുഹകൾ കുഴിച്ചെടുത്തത്. ഗുഹകളെ അവയുടെ സ്ഥാനത്തെ ആശ്രയിച്ച് 3 വ്യത്യസ്ത ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കുന്നു. ഇവയെ സാധാരണയായി പടിഞ്ഞാറൻ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നു. ഗുഹകൾ I മുതൽ V വരെ കിഴക്കൻ ഗ്രൂപ്പ്, ഗുഹകൾ 6 മുതൽ 9 വരെ ഒരു വടക്കൻ ക്ലസ്റ്റർ, പൂർത്തിയാകാത്ത ഗുഹകൾ X മുതൽ 12 വരെ. ഔറംഗാബാദ് ഗുഹകളിലെ കൊത്തുപണികൾ ഹിനായന ശൈലിയിലുള്ള സ്തൂപം, മഹായാന കലാസൃഷ്ടി, വജ്രയാന ദേവത എന്നിവയാൽ ശ്രദ്ധേയമാണ്. ദുർഗ പോലുള്ള ദേവതകളെയും ഗണേശനെപ്പോലുള്ള ദേവന്മാരെയും ഉൾക്കൊള്ളുന്ന 1-ാം സഹസ്രാബ്ദത്തിലെ ബുദ്ധമത കലാസൃഷ്ടികൾ ഇന്ത്യയിൽ കാണപ്പെടുന്ന ഗുഹകളിൽ ഇവ ഉൾപ്പെടുന്നു. എന്നിരുന്നാലും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലെ ഈ കലകളുള്ള ബുദ്ധമത ഗുഹകൾ വളരെ പഴക്കമുള്ളവയാണ്. തന്ത്ര പാരമ്പര്യത്തിലെ നിരവധി ബുദ്ധമത ദേവതകളെയും ഈ ഗുഹകളിൽ കൊത്തിവച്ചിട്ടുണ്ട്. 6-ാം നൂറ്റാണ്ടിനും 8-ാം നൂറ്റാണ്ടിനും ഇടയിൽ കൊത്തിയെടുത്ത ഔറംഗാബാദിലെ ഗുഹാക്ഷേത്രങ്ങൾ ഔറംഗാബാദ് നഗരമധ്യത്തിൽ നിന്ന് 9 കിലോമീറ്ററും ഡോ. ബാബാ സാഹേബ് അംബേദ്കർ മറാത്ത്വാഡ് സർവകലാശാലയുടെ കാമ്പസ്, സോനേരി മഹൽ, ബീബിക മക്ബറ എന്നിവിടങ്ങളിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകളും അകലെയാണ്. സിയാച്ചൽ മലനിരകളിൽ കൊത്തിയെടുത്ത ഔറംഗാബാദ് ഗുഹകളെ യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകങ്ങളായ എല്ലോർ, അജന്ത ഗുഹാക്ഷേത്രങ്ങൾ ഒരു പരിധിവരെ മറച്ചിരിക്കുന്നു. അജന്ത, എല്ലോർ എന്നിവയുമായി ഇതിന്റെ ശില്പങ്ങൾ താരതമ്യപ്പെടുത്താമെങ്കിലും ഗുഹകൾ വളരെ ചെറുതും കൂടുതൽ ജീർണിച്ചതും അധികം ആളുകൾ സന്ദർശിക്കാത്തതുമാണ്. 20 നൂറ്റാണ്ടിൽ അജന്തയ്ക്കും എല്ലോറയ്ക്കും ഇടയിലുള്ള ഒരു കാണാതായ കന്യയായി ഈ ഗുഹാക്ഷേത്രങ്ങളെ കാണാൻ തുടങ്ങിയ ചില പണ്ഡിതർ സമഗ്രമായ പഠനത്തിനു ശേഷം കാലത്തിലും സ്ഥലത്തിലും സ്ഥിതി ചെയ്യുന്ന ജീവിതത്തിന്റെ സംവേദനക്ഷമതയുള്ള പുനർനിർമ്മാണം എന്ന് ഇതിനെ വിശേഷിപ്പിക്കാൻ നിർബന്ധിതരായി. ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു സംരക്ഷിത സ്മാരകമാണ്. ഔറംഗാബാദിലെ 1-ഉം 3-ഉം ഗുഹകളും അജന്തയിലെ അവസാനത്തെ ഗുഹകളും ഒരുമിച്ച് നിലനിന്നിരുന്നു എന്നത് 2 സ്ഥലങ്ങളും പരിശോധിക്കുമ്പോൾ നാം കാണുന്ന ശ്രദ്ധേയമായ സമാനതകളിൽ നിന്ന് വ്യക്തമാണ്. ഔറംഗാബാദിൽ 1-ഉം 3-ഉം ഗുഹകളുടെ സൂക്ഷ്മ പഠനത്തിനു ശേഷം ചരിത്രകാരന്മാർ എത്തിച്ചേർന്ന നിഗമനം ഗുഹ 3 1-ാം ഗുഹയ്ക്ക് മുമ്പായിരുന്നു എന്നാണ്. ഗുഹ 3-ൽ കലാകാരൻ അദ്ഭുത പാനൽ, ടാസലുകൾ, പൂക്കൾ, ജ്യാമിതീയ രൂപകൽപ്പനകൾ, പൂർണ്ണതയുടെയും പൂർത്തീകരണത്തിന്റെയും ഏറ്റവും ഉയർന്ന പോയിന്റ് എന്നിവ കൊണ്ട് അലങ്കരിച്ചതായി തോന്നുന്നു. ഔറംഗാബാദ് ഗുഹകളിൽ എങ്ങനെ എത്തിച്ചേരാം? ഔറംഗാബാദ് ഗുഹകളിൽ എത്താൻ നിങ്ങൾക്ക് നിരവധി ഗതാഗത ഓപ്ഷനുകൾ ഉണ്ട്. ആദ്യ ഓപ്ഷൻ വിമാനമാർഗം. ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം ഔറംഗാബാദ് വിമാനത്താവളമാണ്. ഹൈദരാബാദ്, മുംബൈ, ഡൽഹി, നാഗ്പൂർ, പൂനെ, ജയ്പൂർ, ഉദയ്പൂർ തുടങ്ങിയ നഗരങ്ങളിൽ നിന്ന് നേരിട്ട് വിമാന സർവീസുകളുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ ട്രെയിൻ വഴി. ഔറംഗാബാദ് ഗുഹകളിൽ നിന്ന് ഏകദേശം 8 കുറയ്ക്കുക 9 കിലോമീറ്റർ അകലെയാണ് ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യൻ റെയിൽവേയുടെ സൗത്ത് സെൻട്രൽ റെയിൽവേ സോണിന്റെ ഭാഗമാണിത്. മഹാരാഷ്ട്രയിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും പ്രധാന നഗരങ്ങളുമായി ഇത് നന്നായി ബന്ധപ്പെട്ടിരിക്കുന്നു. മൂന്നാമത്തെ ഓപ്ഷൻ റോഡ് മാർഗം. ഔറംഗാബാദ് ഗുഹകൾ റോഡ് മാർഗം നന്നായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഔറംഗാബാദിനും പൂനെയ്ക്കും ഇടയിലും ഔറംഗാബാദിനും ജൽനയ്ക്കും ഇടയിലുള്ള 4-വരി ഹൈവേയും ഉണ്ട്. സ്വകാര്യ ബസുകളും ടാക്സി സർവീസുകളും ഔറംഗാബാദിലേക്ക് സർവീസ് നടത്തുന്നു.